നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ശ്യാമേണ്ട ഇതൊന്നും കാര്യാക്കണ്ട. അമ്മയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ. എനിക്ക് പോവാൻ സമയേ. ഞാൻ റെഡി ആവട്ടെ. നീ എന്തായാലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചതേ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ. ശരി ശബരീട്ട, ശബരീട്ടും കൂടെ വാ. ശബരീട്ട, ഇത് വിനയേട്ടൻ. വിനയ, എന്താ കണ്ടിട്ടൊന്നും മിണ്ടാത്തത്? ഞാനെന്താ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾക്കൊക്കെ ഞാൻ അന്യനല്ലേ? അങ്ങനെ ആരാ പറഞ്ഞത്? വിനയനല്ലേ ഓരോ കാര്യങ്ങൾ സങ്കല്പിച്ചു കൂട്ടി മാറി നിൽക്കുന്നത്? അതെ, എല്ലാം എന്റെ സങ്കല്പമാ. ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ശബരിയേട്ടൻ എന്തിനാ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഒന്നും അറിയാത്ത ഭാവം നടിച്ചു നടക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ചെയ്തു വെച്ചൊരു വിധി. അയ്യോ, അങ്ങനെ പറഞ്ഞ് ചേച്ചിയെ നന്നാക്കാൻ നോക്കല്ലേ. എനിക്കറിയാവുന്ന പോലെ അവളെ വേറെ ആർക്കും അറിയില്ല. എന്തിനാ വിനയ ഈ വാശിയും വൈരാഗ്യമൊക്കെ? വളരെ ചുരുങ്ങിയ സമയമേ നമുക്കൊക്കെ ഈ ഭൂമിയിലുള്ളൂ. ആ സമയം മക്കളും കുടുംബത്ത് സന്തോഷമായിട്ട് കഴിയുന്നതല്ലേ നല്ലത്. എല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞ് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. എന്തിനു വിഷമിക്കണം? എനിക്കറിയാം, നിങ്ങളിപ്പോ പഞ്ചരത്നത്തിലേക്കല്ലേ പോകുന്നത്. അതെ, അതിനെന്താ? അതിനെനിക്കൊന്നുമില്ല. നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല. എങ്ങനെ അറിയിക്കും? എന്റെ ഭാര്യയ്ക്ക് പോലും ഞാൻ അന്യനാണല്ലോ. അല്ല, വിനയേട്ടൻ എന്തായി പറയുന്നത്? ഞങ്ങൾ എന്തറിഞ്ഞെന്നാ? മതി ദയ നാടകം കളിച്ചത്. ഇനിയിപ്പോ നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിലും ഞാൻ എല്ലാം അറിയും. കാരണം എന്റെ ഭാര്യയ്ക്കും വീട്ടുകാർക്കും മാത്രമാണ് ഞാൻ അന്യൻ. ബാക്കിയുള്ളവർക്കൊക്കെ ഞാനും പഞ്ചരത്നത്തിലെ മരുമകൻ തന്നെയാ. ദേവിനയ, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തെളിച്ചു പറ. ഇങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഗണിച്ചെടുക്കാനൊന്നും പറ്റില്ല. എങ്കിൽ തെളിച്ചു പറയാം. രഘു ജയിലിലായ കാര്യം എന്തിനാ എല്ലാവരും എന്നോട് മറച്ചു വെച്ചത്? രഘുവേട്ടൻ? രഘുവേട്ടൻ ജയിലിലോ? ഈശ്വര, ഈശ്വര, എന്തൊക്കെ കേൾക്കുന്നേ? അപ്പോ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്താ കാര്യം? എന്തിനാ രഘുവേട്ടനെ? പിന്നെ കാശ് കൊടുക്കാതെ നാട്ടുകാരെ പറ്റിച്ചാ പിന്നെ ജയിലിൽ പോകേണ്ടി വരില്ലേ? മാതൃകാധ്യാപകൻ അനന്തം മാഷും കുടുംബക്കാരും. നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുക. ശബരീട്ട, ഇതൊക്കെ സത്യമായിരിക്കോ? നീ ടെൻഷൻ ആവാതെ. നമ്മൾ അങ്ങോട്ടേക്കല്ലേ പോകുന്നേ. കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയാലോ. ഓ, അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നോ? കൊള്ളാം. അപ്പൊ എല്ലാരോടും മറച്ചു വെച്ചതാണ്. അല്ല, അങ്ങനെ മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? ഇതിപ്പോ നാട്ടില് പാട്ടായില്ലേ? സത്യം പറയാലോ, ആ വീട്ടിലെ മരുമകനാണെന്ന് പുറത്ത് പറയാൻ നാണക്കേട് തോന്നുന്നു. അത്രയ്ക്ക് വലിയ വലിയ കാര്യങ്ങളല്ലേ അവിടെ നടക്കുന്നത്. ശബരീട്ട, വാ, നമുക്ക് വേഗം വീട്ടിലെത്തണം. എന്താ സത്യം ഒന്ന് അറിയണം. വാ. ഇവറ്റകളുടെ വെപ്രാളം കണ്ടാ തോന്നും രഘു എന്തോ കൊച്ചു കുഞ്ഞാണെന്ന്.
അടിയും തല്ലും കുത്തുമായിട്ട് നടന്നവനല്ലേ ആ മാന്യൻ. ജയിലിൽ പോകാൻ കുറച്ച് വൈകിയെന്ന് മാത്രം. മുപ്പത് 33. എടാ ഇതെന്താ സത്യ? ലോഡ് ഗോഡൌണി ഒന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇറക്കിയില്ലേ? ഏട്ടന് എന്താ ഒന്നും അറിയാത്ത പോലെ പറയുന്നേ? എന്ത് പറഞ്ഞു എന്ന്? എടാ കണ്ണൻ എവിടെ? ഞാൻ അവിടെ ഉണ്ട് ചേട്ടാ. ചായ മേടിക്കാൻ പോയതാ. സാറിന് ചായ വേണോ? എനിക്കൊന്നും വേണ്ട. എടാ നീ എന്താണ് ഇത്ര സമയമായിട്ട് ലോഡ് ഇറക്കാതിരുന്നത്? അതിന് ചേട്ടാ. ആ കണ്ണൻ പൊയ്ക്കോ. അതെ, കഴിഞ്ഞ തവണത്തെ ഒരു ചെക്ക് ബൗൺസ് ആയത് ഏട്ടൻ മറന്നോ? അതുകൂടി കൊടുത്താൽ മാത്രമേ അവർ ലോഡ് ഇറക്കൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല. ഏട്ടനല്ലേ കടയിലെ ക്യാഷ് എടുത്ത് മറിച്ചത്. കാശെടുത്ത് മറിച്ച് ഞാൻ ധൂർത്തടിച്ചതല്ല. ശ്യാമിന്റെ ആവശ്യത്തിനാ കാശെടുത്തത്. സോന എന്റെ മാത്രം പെങ്ങളല്ല, നിന്റെ പെങ്ങൾ കൂടിയാ. എന്നെ പോലെ തന്നെ നിനക്കും അവളുടെ മേൽ ഉത്തരവാദിത്തമുണ്ട്. അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ലാത്ത ക്യാഷ് ഉണ്ടാക്കി വീടെടുക്കുന്നതിന് പകരം അവരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ പോരായിരുന്നോ? ദേ, ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കില്ലേ സത്യ. തൽക്കാലം അതൊക്കെ പോട്ടെ. എടാ നീ എവിടെന്നെങ്കിലും ഒന്ന് മറിച്ചാൽ ഓടൊന്ന് ഇറക്ക്, അല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. ഏട്ടനിത് എന്താ പറയുന്നത്? ഞാനിത് എവിടെ നിന്ന് മറിക്കാനാ? ഇതിപ്പോ ഞാൻ വിചാരിച്ച ഒന്നും നടക്കില്ല. ഏട്ടൻ എന്താന്ന് വെച്ചാൽ ചെയ്യും. ഓ എല്ലാവരും കൈ മലർത്ത്. ഈ കടയും വീടും ഒക്കെ നോക്കേണ്ട എന്റെ മാത്രം ഉത്തരവാദിത്തമാണല്ലോ. ഞാൻ തന്നെ കാശുണ്ടാക്കിക്കോളാം. ഏട്ടൻ എങ്ങോട്ടാ? ചാവാൻ. എന്താ കൂടെ പോരുന്നോ? വർഷം കുറയായി ഈ ഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ചുമക്കാൻ തുടങ്ങിയിട്ട്. അതാരും ഇവിടെ മറക്കണ്ട. ഏട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? കടയിലും ട്രാവൽസിലും ഈ അവസ്ഥ വന്നതിന് കാരണം ഒന്ന് ഓർക്കുന്നത് നല്ലതാ. രവിയേട്ട കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട. വേണ്ട, കഴിക്കണ്ട. മദ്യം മാത്രം ശരീരത്തിനകത്ത് ചെന്നാ മതിയല്ലോ. ഇന്ദ്രനാണല്ലോ. ഇന്ദ്രൻ എന്താ ഈ സമയത്ത്? ആ ട്രാവൽസിൽ എന്തെങ്കിലും കാര്യം പറയാനേ. ഹലോ ഇന്ദ്ര. ആ രവി എവിടെയാ? ട്രാവൽസിലെത്തിയോ? ഇല്ല. എന്താ ഇന്ദ്ര? ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങായിരുന്നു. കഴിച്ച ഉടനെ ഇറങ്ങും. എന്താ ഇന്ദ്ര കാര്യം? അത് പിന്നെ രവി, ഇവിടെ കടയിൽ ലോഡ് ഇറക്കുന്നതിന് കുറച്ചൊരു ഷോർട്ടേജ് ഉണ്ട്. ട്രാവൽസിൽ അവിടെ എത്ര ബാലൻസ് ഉണ്ടാവും? അത്യാവശ്യമായിട്ട് ഒരു 2 ലക്ഷം ഇങ്ങോട്ട് മറിക്കേണ്ടി വരും. അയ്യോ, ട്രാവൽസിന്റെ അക്കൗണ്ടിൽ കൂടി പോയാൽ ഒരു 25,000 രൂപ കാണും. അതിൽ കൂടുതലൊന്നുമില്ല. ആണോ? അപ്പൊ ഇനി എന്ത് ചെയ്യും? ക്യാഷ് സെറ്റിൽ ചെയ്യുന്നില്ലെങ്കിൽ ഇന്ന് ലോഡ് ഇറക്കൽ നടക്കില്ല. ട്രാവൽസിലെ കാര്യങ്ങൾ ഇന്ദ്രന് അറിയാവുന്നതാണല്ലോ. മൊത്തം ടൈറ്റായിട്ടിരിക്കുക. ആ അല്ല, രവി വിചാരിച്ച വേറെന്തെങ്കിലും വഴിക്ക് ഒരു 2 ലക്ഷം മറിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ വിചാരിച്ചാൽ എവിടുന്ന ഇന്ദ്ര? എൻ്റെ അക്കൗണ്ടെല്ലാം കാലിയാ. പിന്നെ എനിക്കിവിടെ അധികം പരിചയക്കാരൊന്നുമില്ലെന്ന് ഇന്ദ്രന് അറിയാവുന്നതാണല്ലോ. ശരിയാ, ഞാനത് ഓർത്തില്ല. വേറെന്തെങ്കിലും വഴി നോക്കാം. പിന്നെ എന്നോട് പിണക്കൊന്നും വിചാരിക്കില്ല ഇന്ദ്ര. എൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാ. അതൊന്നുമില്ല, ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോളാം. ശരി ഇന്ദ്ര.